ഹലോ ഗായ്സ്, ഞാനൊരു സാധനം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഫാസ്റ്റ് ആണത് ഇവിടുന്ന് ഈ അറ്റ ഇങ്ങനെയാണ്. ഇവിടെ കറക്റ്റായിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതാരെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരൊന്ന് ലൈക്ക് ചെയ്യണം. ഫാസ്റ്റ് നമുക്കിത് ഇവിടുന്ന് നേരെ ഇങ്ങനെ മടക്കി കൊടുക്കണം. കറക്റ്റായിട്ട് വേണം, തെറ്റിപ്പോവാണ്ട് വേണം ഉണ്ടാക്കാൻ. തെറ്റിപ്പോയ പല പ്രശ്നവും ഉണ്ടാവും. അങ്ങോട്ടല്ലേ ഇടുന്നത്? അയ്യോ, മാറിപ്പോയി. ഇടുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് ഈ സൈഡ് ഇവിടെ പോയാലും സാരമില്ല. നമുക്കിത് ഇവിടെയാണ് കറക്റ്റാക്കേണ്ടത്. ഇവിടെ നമുക്ക് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. കറക്റ്റ് ആയിട്ട് വേണം മടക്കാനായിട്ട്. ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ട് കറക്റ്റായിട്ട് വേണം എല്ലാവരും തന്നെ ചെയ്യാൻ. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ എല്ലാവരും? ഞാൻ പോയി ലൈക്ക് ഇട്ടിട്ട് വരാം. എല്ലാവരും തന്നെ കണ്ടോളൂ. നിങ്ങളില്ലേ ഇവിടുന്നില്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഒരു പേപ്പർ വെട്ടിയെടുത്തിട്ടില്ലേ? എല്ലാവരും തന്നെ ആണ് ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ട് വെട്ടിയെടുത്തിട്ടില്ലേ? അതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വെക്കൂ. എല്ലാവരും ഫസ്റ്റ് ഇങ്ങനെ വെക്കുക. അതുപോലെ ടേബിളോട് തിരിച്ച് വെക്കണം. എന്നിട്ട് ഫസ്റ്റ് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം. കറക്റ്റ് കണ്ടോ? തുമ്പത്ത് പൊട്ടില്ല. എല്ലാവരും എന്നിട്ട് നല്ലപോലെ അവിടെ മടക്കി കൊടുത്തു. നല്ലപോലെ മടക്കി കൊടുത്താണ്. നല്ലപോലെ മടക്കി കൊടുത്തിട്ട് നിങ്ങളിത് ഇവിടുന്ന് ഇങ്ങനെ മടക്കുക. ഇതില്ലേ നമ്മുടെ ഇതെടുത്തിട്ടില്ലേ നമ്മുടെ ആദ്യം മടക്കിയ വശത്തെ ഇങ്ങനെ എല്ലാവരും മടക്കിയില്ലേ? നമ്മുടെ ഈ വശം ഇല്ലേ, ഈ വശം എടുത്തിട്ട് അവിടെ ഈ അറ്റയില്ലേ, അറ്റത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് അപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ ഈ സൈഡ് ഇങ്ങനെ ചെയ്തില്ലേ, ഈ മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ എല്ലാവരും മടക്കിയില്ലേ? ഇപ്പം ഇത് ഒരു സാധനം പോലെ ആയി. ഒരു പേഴ്സ് പോലെയൊക്കെ ആയില്ലേ ഇത്? ഇനി ഇപ്പുറത്തെ വശം എടുത്തേ. എന്നിട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കണ ഇതെടുത്തിട്ട് ആ വശമല്ല, ഈ വശത്തോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഓക്കെ, ഇനി എല്ലാവരും കണ്ടോളൂ. ഇവിടെ ഇല്ലേ എല്ലാവരും? ഇവിടെ ഇല്ലേ എല്ലാവരും ഇങ്ങനെ ആ പുറകുവശം ഇല്ലേ, നമ്മുടെ ഇപ്പം മടക്കി കൊടുത്ത ആ പുറകുവശം ഇല്ലേ, പുറകുവശത്ത് ഇങ്ങനെ തുറക്കുമ്പോൾ കാണാം ഇങ്ങനെ ഒരു ഇത്. അന്നേരം തൊപ്പി പോലെ ആയിരിക്കും വന്നത്. കണ്ടില്ലേ? ഇനി എല്ലാവരും അതെല്ലാവരും പുറലോട്ടാക്കി വെച്ചോളൂ. എല്ലാവരും മടക്കൂ. കണ്ടില്ലേ? ഇപ്പൊ ഒരു ഷേപ്പായില്ലേ? ഇത് തന്നെയാണ് പറയണേ, എന്താ റെക്റ്റാങ്കിൾ. ഇങ്ങനെയാണ് റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയെടുക്കുന്നത്.
എല്ലാവരും ഉണ്ടാക്കി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇതേ അതിൻ്റെ മേലെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഈ വശമല്ലാണ്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട് ചെറിയൊരു ഫ്രണ്ട് ഭാഗത്തായിട്ട് അതിന് വേറൊരു കാര്യം ചെയ്യണം. ഫസ്റ്റ് നിങ്ങളില്ലേ ഒരു പശ എടുക്കണം. പശ എടുത്തിട്ട് നിങ്ങളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ വശം എടുത്തിട്ടില്ലേ, ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പതുക്കെ വശത്തിട്ട് ഇങ്ങനെ പശ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ ഇങ്ങനെ വെച്ചിട്ട് അവിടെ റൈറ്റ് വശം അല്ലാണ്ട് ലെഫ്റ്റ് ഇങ്ങനെ കൊടുക്കണം. റൈറ്റിൽ കൊടുത്താലും മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ സാധനം ഒരു അടിപൊളിയായില്ലേ? എല്ലാരും നോക്കിക്കേ, കണ്ടില്ലേ? എല്ലാരും തന്നെ ഇനി ഒരു പേന എടുത്തിട്ട് എല്ലാരും വരയ്ക്കുക. ഈ വശത്ത് നമ്മളിപ്പോ പശം വെച്ച് ഒട്ടിച്ച സ്ഥലത്ത് റെക്റ്റാങ്കിൾ വരച്ച് കൊടുക്കണം. എല്ലാരും ഇതുപോലെ വരച്ചെടുത്തില്ലേ? നോക്കിക്കേ, ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന പോലെ ആട്ടോ ഞാൻ വരച്ചേക്കുന്നത്. ഇതുപോലെ എല്ലാവരും വരച്ചെടുത്തു. ഞാൻ അതിൻ്റെ ഉള്ളിലില്ലേ, അതിൻ്റെ ഉള്ളിലും ഒരെണ്ണം വരച്ചെടുക്കണം. കേട്ടല്ലോ? ഓക്കെ, വരച്ചെടുക്കാം. നോക്കിക്കേ, ഞാൻ അതിൻ്റെ ഈ വരച്ച സൈഡില് ഇപ്പുറത്തെ സൈഡ് എടുക്കും. എല്ലാവരും ഈ വരച്ചതിൻ്റെ ഈ സൈഡ് എടുക്കും, പുറകുവശം. ഞാൻ ഇതുപോലെ തന്നെ ഇവിടെയും വരയ്ക്കണം. എല്ലാവരും തന്നെ വരച്ചോളൂ. ഇപ്പുറത്തും ഞാൻ ക്ലിയർ ആയിട്ട് തന്നെയാണ് വരച്ചേക്കുന്നത്. എല്ലാവരും കണ്ടില്ലേ? ഇനി ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗമായിട്ട് ഇതെങ്ങനെ വരച്ചോളൂ. ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് എല്ലാവരും തന്നെ ഇങ്ങനെ വരച്ചോളൂ. ഇപ്പൊ ഒരു തൊപ്പിയുടെ ഇതുപോലെ ആയിട്ടില്ലേ? ഞാൻ അതിൻ്റെ അവിടെ ഒരു വര വരച്ചോളൂ. ഇപ്പൊ എല്ലാവർക്കും റെഡി ആയില്ലേ? ഇനി ഇപ്പുറത്തെ വശം എടുത്തിട്ട് അതിൻ്റെ ഇവിടെ ഇല്ലേ, ഇവിടെ ഈ വശെടുത്തല്ലേ, ഇനി ഇപ്പുറത്തെ വശം എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. റൈറ്റ് സൈഡിലാണ് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാവർക്കും ഇപ്പം മനസ്സിലായല്ലോ? ഓക്കെ, ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നമ്മുടെ ഈ വശമില്ലേ, ഈ വശം എല്ലാവരും ഇനി എടുത്തിട്ട് അപ്പുറത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത പോലെ നമ്മുടെ പോലെ വെച്ചേക്കുന്നില്ലേ, ഇവിടെ ഇല്ലേ നമ്മുടെ ഇവിടെ ഇല്ലേ, ഇവിടെ നമുക്ക് ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എല്ലാവർക്കും ഇപ്പൊ ക്ലിയർ ആയില്ലേ ഇവിടെ? ഓക്കെ, ഇനി എല്ലാരും ഉണ്ടാക്കി സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും തന്നെ ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ, സി യു. ഓക്കെ.